السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا ولوالدينا ولمن ماتوا منا ولجميع المسلمين والمؤمنين أجمعين يا رب العالمين. ഏതായാലും നമ്മൾ പാഠത്തിലേക്ക് കടക്കാം. ജസാഉൽ വാലിദൈൻ എന്നുള്ള മാതാപിതാക്കൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയെക്കുറിച്ചാണ്. റബ്ബി റഹംഹുമ കമ റബ്ബയാനി സ്വഗീറ. എനിക്ക് ചെറുപ്പത്തിൽ ആ ഉമ്മമാർ എനിക്ക് റഹ്മത്ത് ചെയ്ത പോലെ നീ റബ്ബേ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും നീ റഹ്മത്ത് ചെയ്യണേ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് സഅജ്തഹിദു ഇൻഷാ അല്ലാഹ് അൻ യഗ്തബിത ബി യൗമൽ ഖിയാമത്തി അമാമൻ നാസി വ അമാമൽ ആബാഇ വൽ ഉമ്മഹാത്ത് ويغبطهما أصحاب الأولاد ويقولون يا ليت لنا من الأولاد مثل ما أوتي فلان إنه لسعيد. وسأجتهد إن شاء الله. ഇൻഷാ അല്ലാഹ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് സഅജ്തഹിദു ഞാൻ പരിശ്രമിക്കും. സഅജ്തഹിദു ഞാൻ പരിശ്രമിക്കും. എന്തിന്? ഗിബ്തത്ത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗിബ്തത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് വിഷയത്തിൽ ഒരാളോട് അസൂയ വെക്കാൻ പറ്റും. എന്തിലൊക്കെയാണ്? ഇൽമിൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ വിഷയത്തിലും. അതിന് ഷർത്തുകളുണ്ട്. ആ സമ്പത്ത് അവനക്ക് നല്ല മാർഗത്തിൽ നൽകപ്പെട്ടു, അതുപോലെ എനിക്കും നൽകപ്പെടണം എന്നുള്ളൊരു അസൂയ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിന് അങ്ങനത്തെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരുപാട് ഇൽമുകൾ നൽകപ്പെട്ടു, അതിപ്പോൾ അവനക്ക് അല്ലാഹു തആല ഇൽമു നൽകിയതുപോലെ എനിക്കും നൽകണം എന്നർത്ഥം. അവൻ്റെ നിയമത്തിൽ നിന്ന് അവൻ്റെ ഇൽമിലൊന്നും കുറയാതെ, അതുപോലെ തന്നെ അവൻ്റെ സമ്പത്തിലൊന്നും കുറയാതെ എനിക്ക് സമ്പത്ത് നൽകപ്പെടുക, അവനക്കും സമ്പത്ത് ഉണ്ടാവുക, അവനെപ്പോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് തൗഫീഖ് ചെയ്യുക എന്നൊരാഗ്രഹിക്കുക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിബ്തത്ത് എന്നായിരുന്നു. മറ്റൊരാളെപ്പോലെ ഉയരാൻ ആഗ്രഹിക്കുക എന്ന്. നല്ലതിൻ്റെ മാർഗത്തിലാണെങ്കിൽ പ്രശ്നമില്ലല്ലോ. പിന്നെ അതാണ് ഗബത്ത എന്നുള്ളത്. പിന്നെ അത് യഗ്തബത്ത എന്നാകുമ്പോൾ സന്തോഷിക്കുക, സന്തോഷവാനാവുക, വിജയശ്രാളിതനാവുക എന്നൊക്കെ അർത്ഥത്തിനാണ് യഗ്തബത്ത യഗ്തബിത്തു എന്ന് വരിക. അപ്പോൾ ഇവിടെ എന്തിന് അയ്യഗ്തബിത അവിടെ എന്തുണ്ട്? എഫ് അലാനി എന്നുള്ളിടത്ത് അന്ന വന്നതുകൊണ്ട് നൂനിനെ കളഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അയ്യഗ്തബിത ആ മാതാപിതാക്കൾ സന്തോഷിപ്പിക്കാൻ അവരെ നല്ല സന്തോഷിക്കുന്നവരാക്കാൻ ഞാൻ പരിശ്രമിക്കും. എന്നെ കൊണ്ട് അവർ സന്തോഷിക്കണം. യഗ്തബിത ആ മാതാപിതാക്കൾ സന്തോഷിക്കണം. എന്നെ കൊണ്ട് ഞാൻ കാരണമായിട്ട് മാതാപിതാക്കൾ സന്തോഷിക്കണം എന്ന് യൗമൽ ഖിയാമത്തി അന്ത്യനാളിൻ്റെ ദിവസത്തിൽ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടി ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ ഞാൻ കാരണത്തിൽ എൻ്റെ മാതാപിതാക്കൾ രക്ഷപ്പെടണം എന്നർത്ഥത്തിനൊക്കെ എൻ്റെ മാതാപിതാക്കൾ എന്നെക്കൊണ്ട് സന്തോഷിക്കണം. യൗമൽ ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തിൽ അമാമന്നാസി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് ഞാൻ കാരണം എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും വിജയിക്കുന്ന കൂട്ടത്തിൽപ്പെടണം, സന്തോഷിക്കുന്നവരായി മാറണം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചും, അതുപോലെ തന്നെ അമാമൽ ആബാഇ വൽ ഉമ്മഹാത്ത് ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ കാരണം എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സന്തോഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ പരിശ്രമിക്കും. എന്നിട്ടോ വയഗ്ബിതുഹുമ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഗബത്ത യഗ്ബിതു എന്നുള്ളത് കേട്ടോ. അത് മറ്റൊരാളെപ്പോലെ ഉയരാൻ ആഗ്രഹിക്കുക എന്നർത്ഥം. മറ്റൊരാളെപ്പോലെ ഉയരാൻ ആഗ്രഹിക്കുക. യഗ്ബിതുഹുമ അസ്ഹാബുൽ ഔലാദ് ഈ മക്കളുടെ രക്ഷിതാക്കൾ, അസ്ഹാബുൽ ഔലാദ് ആണ് രക്ഷിതാക്കൾ. ആ രക്ഷിതാക്കളൊക്കെ ഇവരെ ഈ ഉമ്മയെയും ഉപ്പയെ പോലെ ആയി തീരാൻ ആഗ്രഹിക്കും. ഓക്കെ, എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും പോലെ മറ്റു ഉമ്മമാരും മറ്റു ഉപ്പമാരും എന്നർത്ഥം. അസ്ഹാബുൽ ഔലാദ് കുട്ടികളുടെ രക്ഷിതാക്കൾ അവർ ആഗ്രഹിക്കും. എന്താഗ്രഹിക്കും? ഇവിടെ ആ ഗബത്തക്കർത്ഥം ആഗ്രഹിക്കുക എന്നർത്ഥം. യഗ്ബിതുഹുമ അവർ ഇവരെ പോലെ ആവാൻ അർത്ഥം. യഗ്ബിതുഹുമ ഇവരെ പോലെ ആവാൻ ആഗ്രഹിക്കുക എന്നർത്ഥം. ആര് പറയും? എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും പോലെ ആകാൻ ആഗ്രഹിക്കുക. ആരാഗ്രഹിക്കുക? അസ്ഹാബുൽ ഔലാദി ഈ രക്ഷിതാക്കൾ. എന്നിട്ട് എന്നിട്ട് അവർ പറയുകയും ചെയ്യും അന്നേ ദിവസം, യാ ലൈതലന ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, യാ ലൈതലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, ലനാണ ഞങ്ങൾക്ക്, അപ്പം ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്ത്? മിത്ലമാ ഊത്തിയ ഫുലാൻ അയാൾക്ക് നൽകപ്പെട്ടതുപോലെ,
ആ കുട്ടിക്ക് ആ മനുഷ്യനിക്ക് ഇങ്ങനത്തെ ഒരു കുട്ടി നൽകപ്പെട്ടതുപോലുള്ള സന്മാർഗിയായ കുട്ടി എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ പറയും. മനസ്സിലായല്ലോ. വയഖ്ബിതുഹുമാ, അസ്ഹാബുൽ ഔലാദി, രക്ഷിതാക്കളുള്ള ഇവരെ പോലെയാവാൻ ആഗ്രഹിക്കും. ആരെപ്പോലെ? എൻ്റെ ഉമ്മയെയും എൻ്റെ ഉപ്പയെയും പോലെ ആകാൻ ആഗ്രഹിക്കും. എന്നിട്ട് അവർ വിളിച്ചു പറയുകയും ചെയ്യും. യഖൂലൂൻ, അവർ പറയും, യാ ലൈതലന, ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ, മിനൽ ഔലാദി, മക്കളിൽ ഉണ്ടായിരുന്നെങ്കിൽ, മിസ്ലമാ ഊതിയ ഫുലാൻ, ആ മനുഷ്യനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും നൽകപ്പെട്ടതുപോലെയുള്ള കുട്ടി ഞങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ പറയും. ഇന്നഹുല സായിദ്, അയാൾ വിജയിയാണ്. ഇന്നഹുല സായിദുൻ, ആ മനുഷ്യൻ, ആ ഫുലാൻ എന്താണ്? വിജയിയായിരിക്കുന്നു. അതുപോലെ ഞമ്മക്കും ഇതുപോലെ നല്ല സന്താനങ്ങൾ, സത്യത്തിൻ്റെ പാതയിലുള്ള, സന്മാർഗത്തിൽ പാതയിലുള്ള മക്കളുണ്ടായിരുന്നെങ്കിൽ എന്നവർ പറയും. ആ ദിവസം അവരുടെ മുമ്പിൽ വെച്ച്, ആ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മുമ്പിൽ വെച്ച്, മറ്റു ജനങ്ങളുടെ മുമ്പിൽ വെച്ച്, ഞാൻ കാരണം എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സന്തോഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യും എന്നാണ് പറയുന്നത്. വസ അജ്തഹിദു, ഞാൻ പരിശ്രമിക്കും, അൻ അഅമല, ജോലി ചെയ്യാൻ, അമലൻ, ജോലികൾ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും. എങ്ങനത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ? എങ്ങനത്തെ പ്രവർത്തനം? യുനാദി ബി യൗമിൽ ഖിയാമത്തി, യുനാദി ബി, അതുകൊണ്ട് എന്നെ വിളിക്കപ്പെടും. യുനാദി ബി, എന്നെ വിളിക്കപ്പെടും. യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൻ്റെ ദിവസം എന്നെ വിളിക്കപ്പെടും. അലാ റൂസിൽ അഷ്ഹാദ്, സാക്ഷികളുടെ തലകൾ മുകളിലായിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സാക്ഷികളുടെ മുമ്പാകെ എന്നർത്ഥം. സാക്ഷികളൊക്കെ ഇങ്ങനെ നിൽക്കെ തന്നെ എന്നെ വിളിക്കപ്പെടും. വയഖൂലുന്നാസ്, എന്നെ പെട്ടെന്ന് വിളിക്കപ്പെടും. അലാ റൂസിൽ അഷ്ഹാദ്, ഈ സാക്ഷികളുടെ മുമ്പിൽ വെച്ച് എന്നർത്ഥം. സാക്ഷികളുടെ തലകൾ സാക്ഷിയായിരിക്കെ. ഓക്കെ, അലാ റൂസിൽ അഷ്ഹാദ്, സാക്ഷികളുടെ തലകൾക്ക് മുകളിൽ ഈ ഖിയാമത്ത് നാൾ ദിവസം ഞാൻ വിളിക്കപ്പെടാൻ ഞാൻ ജോലികൾ ചെയ്യും. ഫയഖൂലുന്നാസ്, അപ്പം ജനങ്ങൾ പറയും, മൻ ഹുവ, അദ്ദേഹം ആരാണ്, അവൻ ആരാണെന്ന് ചോദിക്കും. ഫയഖാൽ, അപ്പോൾ അവിടുന്ന് പറയപ്പെടും, ഇബ്നു ഫുലാനിൻ, ഇന്ന ഒരു പിതാവിൻ്റെ, ഇബ്നു ഫുലാനിൻ, ഫുലാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ, ആ ഫുലാനിൻ്റെ മകനാണ്. ആ ഫുലാനത്തിന്, അല്ലെങ്കിൽ ആ ഉമ്മയുടെ മകനാണ്, ഏതെങ്കിലും ഒരു ഉമ്മയുടെ പേരിട്ട് ആ ഉമ്മയുടെ മകനാണെന്ന് അവിടെ പറയപ്പെടും. ഫയഗ്തബിതു വാലിദായ, ഫയഗ്തബിതു, അപ്പോൾ സന്തോഷിക്കും, എന്താ പറയുക, സന്തുഷ്ടരാകും. യഗ്തബിത വാലിദായ, എൻ്റെ മാതാപിതാക്കൾ. വാലിദി ആണ് എൻ്റെ ഉപ്പ, വാലിദത്തി ആണ് എൻ്റെ ഉമ്മ. എന്നാൽ അതിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയണമെങ്കിലോ വാലിദായ. ഓക്കെ, വയഗ്തബിതു വാലിദായ, എൻ്റെ മാതാപിതാക്കൾ സന്തോഷിക്കും. വയൻ അമുബാലി, എൻ്റെ കാര്യവും നല്ല അനുഗ്രഹമാകും. നഅമ യൻഅമു എന്ന് പറഞ്ഞാൽ അനുഗ്രഹമുണ്ടാവുക എന്നൊക്കെ അർത്ഥം. വയൻ അമുബാലി, ബാൽ എന്ന് പറഞ്ഞ അവസ്ഥ, ബാലി എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ. അപ്പോൾ എൻ്റെ അവസ്ഥയും നല്ല സന്തോഷമുണ്ടായി മാറും, അനുഗ്രഹമായി മാറും. വഖദ് സമഅതു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അന്നൽ വലദ, ഒരു കുട്ടി, ഇദാ ഹഫിദൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിയാൽ, യുതവ്വജു വാലിദാഹു, അവൻ്റെ മാതാപിതാക്കൾ കിരീടമണിയിക്കപ്പെടും, കിരീടം ധരിക്കപ്പെടും. യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൻ്റെ ദിവസത്തിൽ. പരിശുദ്ധ ഖുർആനിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുക, ഖുർആനിൽ നിന്ന് അല്പം മനഃപ്പാഠമാക്കുക, അതിനൊക്കെ മാതാപിതാക്കൾ കാരണമാവുകയും ചെയ്താൽ, അതല്ലാതെ തന്നെ മാതാപിതാക്കൾ ഈ മക്കൾ പഠിച്ചതിൻ്റെ കാരണമായിട്ട് ഖിയാമത്ത് നാളിൽ വെച്ച് അവർക്ക് യുതവ്വജു എന്ന് പറഞ്ഞാൽ കിരീടമണിയിക്കപ്പെടുക. താജ് പറഞ്ഞ കിരീടമല്ല. അപ്പോൾ യുതവ്വജു എന്ന് പറഞ്ഞാൽ കിരീടം ധരിപ്പിക്കപ്പെടുക. വാലിദാഹു, അവൻ്റെ പിതാക്കൾ. ഒരു കുട്ടി ഖുർആൻ പഠിച്ചാൽ അവൻ്റെ മാതാപിതാക്കൾ ഖിയാമത്ത് നാളിൽ കിരീടങ്ങൾ ധരിപ്പിക്കപ്പെടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വസ അജ്തഹിദു, ഞാൻ പരിശ്രമിക്കും, ഫീ ഹിഫ്ദിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ, എനിക്ക് കഴിയുന്നത്ര മനഃപ്പാഠമാക്കാൻ എന്നർത്ഥം. ഹിഫ്ദ് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ. എന്തിന്? ലിയുതവ്വിജ വാലിദായ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അന്ത്യ ദിവസത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് കിരീടം ധരിപ്പിക്കപ്പെടാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ലിയുതവ്വിജ, കിരീടം ധരിപ്പിക്കാൻ വേണ്ടി. വാലിദ, എൻ്റെ മാതാപിതാക്കൾക്ക് കിരീടം ധരിക്കാൻ വേണ്ടി. യൗമിൽ ഖിയാമത്തി, ഖിയാമത്ത് നാൾ ദിവസത്തിൽ ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയത് കാരണത്താൽ എൻ്റെ മാതാപിതാക്കൾക്ക് കിരീടം ധരിപ്പിക്കപ്പെടണം. അതിനു വേണ്ടി ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ ഞാൻ പരിശ്രമിക്കും. വഖദ് സമഅതു,
അതുപോലെ വഖദ് സമയത്തു ഞാൻ കേട്ടിരിക്കുന്നു അന്ന ഷഹീദ ഒരു രക്തസാക്ഷി യശ്ഫഉ ആ രക്തസാക്ഷി ശുപാർശ ചെയ്യുന്നതാണ് ലിസബഈന 70 ആളുകൾക്ക് മിൻ അഹ്ലി ബൈത്തിഹി അവൻ്റെ കുടുംബക്കാരിൽ നിന്നുള്ള അവൻ്റെ വീട്ടിൽ നിന്നുള്ള അവനുമായി ബന്ധം മിൻ അഹ്ലി ബൈത്തിഹി അവൻ്റെ കുടുംബത്തിൽ നിന്ന് അർത്ഥം അവൻ്റെ കുടുംബത്തിൽ നിന്നുള്ള 70 ആളുകൾക്കൊരു രക്തസാക്ഷി സാക്ഷി നിൽക്കും ശുപാർശ ചെയ്യും വല അല്ലാഹു യർസുഖ്നി ഷഹാദ അള്ളാഹു യർസുഖ്നി എനിക്ക് നൽകിയേക്കാം ഷഹാദത്തിനെ അള്ളാഹു നൽകുന്നവൻ ആയേക്കാം അല്ലല്ലേ ഫഅശ്ഫഉ ലിവാലിദായ്യ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഷഹീദായിട്ട് ഇസ്ലാമിൻ്റെ മാർഗത്തിലായിട്ട് ഞാൻ ഷഹീദായിട്ട് ഫഅശ്ഫഉ വാലിദായ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ശുപാർശ നിൽക്കും ഖബ്ലന്നാസി ജനങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്യും ആ ജനങ്ങളുടെ സ്വീകരിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ശുപാർശ ചെയ്യും വബിദാലിക ഇതുകൊണ്ട് ഉജാസി ബഅദനി അമിഹിമ അവരുടെ അനുഗ്രഹങ്ങൾ മാതാപിതാക്കൾ നൽകിയ അനുഗ്രഹങ്ങളിൽ ചിലതിനൊക്കെയും ഉജാസി ഞാൻ പ്രത്യുപകാരം നൽകും ഉജാസി ബഅദനി അമിഹിമ ഇവർ രണ്ടുപേരുടെ മാതാപിതാക്കളുടെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ പ്രത്യുപകാരമായിട്ട് ഇതുകൊണ്ടൊക്കെയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഉപ്പയുടെ ഒരു കുട്ടിയെ വളർത്തുന്ന ഒരു സാഹചര്യങ്ങളാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ളതുണ്ട്, വെറും വായിച്ചു പോകാനുള്ളത് മാത്രമല്ല. വസാജ് തഹിദു എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കും, അയ്യാഖത്തബിത്ത എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, സന്തുഷ്ടരാവുക എന്നൊക്കെ അർത്ഥം. പിന്നെ ഇവിടെ യഗ്ബിത്ത പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ ഉയരാൻ ആഗ്രഹിക്കുക, അങ്ങനെ തന്നെ അർത്ഥം മനസ്സിലാക്കാം കേട്ടോ. മറ്റുള്ളവരെ പോലെ ഉയരാൻ ആഗ്രഹിക്കുക എന്നർത്ഥം കേട്ടോ. അബത്ത യഗ്ബിത്ത് മറ്റുള്ളവരെ പോലെ ഉയരാൻ ആഗ്രഹിക്കുക, ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചും അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മുമ്പിൽ വെച്ചൊക്കെ സന്തോഷിക്കണം. ഞാൻ കാരണത്താൽ എന്നെക്കൊണ്ട് എന്നർത്ഥം. ആര്? അസ്ഹാബുൽ ഔലാദ് കുട്ടികളുടെ രക്ഷിതാക്കൾ. ലൈത്ത പറഞ്ഞാൽ ആയാൽ നന്നായിരുന്നല്ലോ. അപ്പോൾ യാ ലൈത്തല ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. മിസ്ലൽ മീനൽ ഔലാദി മക്കളാൽ ഉണ്ടായിരുന്നെങ്കിൽ മാഊത്തിയ ഫുലാൻ ഈ മനുഷ്യനിക്ക് മിസ്ലമാഊത്തിയ ഫുലാൻ ഈ മനുഷ്യനിക്ക് നൽകപ്പെട്ടതുപോലുള്ള മക്കൾ എന്നർത്ഥം. ഇന്നഹുല സയ്യിദ് ആ മനുഷ്യനാളെ വളരെ വിജയിയാണ്. അമല യുനാദി ബിഹി യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഷഹാദ പറഞ്ഞ സാക്ഷികൾ. അപ്പോൾ സാക്ഷികളുടെ തലകൾക്ക് മേൽ എന്ന് പറഞ്ഞാൽ സാക്ഷികളെ സാക്ഷിയാക്കി എന്ന അർത്ഥത്തിനേക്കാണ്. നാമു പറഞ്ഞാൽ അനുഗ്രഹമാവുക, ബാലി പറഞ്ഞാൽ എൻ്റെ അവസ്ഥ. അഫ്ദൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ കിരീടം ധരിപ്പിക്കപ്പെടുക, കിരീടം അണിയുക എന്നർത്ഥം കേട്ടോ. യശ്ഫഉ പറഞ്ഞാൽ ശുപാർശ ചെയ്യും. ഓക്കെ, മിൻ അഹ്ലി ബൈത്തി അവൻ്റെ കുടുംബത്തിൽ നിന്നും. അല്ലാഹു ആയേക്കാം ഇർസുഖ്നി എനിക്ക് തന്നേക്കാം അഷഹാദത്ത രക്തസാക്ഷിത്വത്തെ. ഓക്കെ, ഫഅശ്ഫഉ എന്നിട്ട് ഞാൻ ശുപാർശ ചെയ്യും ലിവാലിദ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഖബ്ലന്നാസ് ജനങ്ങൾക്ക് മുമ്പ് തന്നെ. ഇതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ പ്രത്യുപകാരം നൽകുകയാണ് എന്നൊക്കെയാണ് ഈ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ള പദങ്ങൾ പഠിക്കുക. അസ്സലാമു അലൈക്കും.